നമസ്കാരം സ്നേഹജ്യോതിസ് ഫാമിലി. നമ്മുടെ മെഡിറ്റേഷൻ്റെ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള തുടക്കം മുതൽ അഡ്വാൻസ്ഡ് ലെവലിലേക്ക് പോകുന്ന മെഡിറ്റേഷൻ്റെ ആദ്യ ഭാഗങ്ങളിലെ ഫസ്റ്റ് പാർട്ടിലെ അധ്യായം 1 പരിശീലന ദിവസം 5-ാമത്തെയാണത്. 5-ാമത്തെ പരിശീലന ദിവസം ഈ വീഡിയോ കണ്ട് നിങ്ങൾ ചെയ്യുക. ആദ്യത്തെ വീഡിയോ കാണണമെങ്കിൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, അതിൽ കയറി നോക്കിയാൽ മതി. ഇത് രക്തത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് ഈ രീതി. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോകുമ്പോൾ വളരെയധികം പവർഫുൾ ആക്കുന്ന മെത്തേഡുകൾ ഇതിൽ കൂട്ടിച്ചേർക്കുന്നതാണ്. അപ്പോൾ പരിശീലനം നമുക്ക് ആരംഭിക്കാം. ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഫസ്റ്റത്തെ വീഡിയോ കണ്ട് മനസ്സിലാക്കുക, തുടർന്ന് ഇത് ചെയ്യുക. ഒരു ദക്ഷിണ, ഒരു ഫീസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, ഒരു 100, 200, 500 അങ്ങനെ പ്രത്യേകിച്ച് ഇല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒരു ദക്ഷിണയായിട്ട് സമർപ്പിച്ചിട്ട് തുടങ്ങുകയാണെങ്കിൽ ഉത്തമം. ഒരു ഫീസ്. അപ്പം നമുക്ക് ആരംഭിക്കാം. ഇതുവരെ ഫീസ് തന്നവർക്ക് ഞാൻ നന്ദി പറയുന്നു. ആരംഭിക്കാം നമുക്ക്. ഹൃദയചക്രത്തിൻ്റെ വിരലുകൾ ഹൃദയചക്രത്തിൽ തൊടിയിച്ച് വെക്കുക. അപ്പോൾ വിരലിൻ്റെ അഗ്രഭാഗം അറ്റം ശ്രദ്ധ പൂർണ്ണമായിട്ടും ഹൃദയചക്രത്തിലേക്ക് കൊടുത്തുകൊണ്ട് നിങ്ങളാകുന്ന ഗുരുവിനെ വന്ദിക്കുക. ഒരു പ്രകാശമായി കണ്ടുകൊണ്ട് ഓം ശ്രീ ഗുരുഭ്യോ നമഃ, ഓം ശ്രീ ഗുരുഭ്യോ നമഃ, ഓം ശ്രീ ഗുരുഭ്യോ നമഃ. അതിനുശേഷം ഇഷ്ടദേവതയെ വന്ദിച്ച് തൊഴുതുകൊണ്ട് റിലാക്സ് ആയിരിക്കുക. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ, അപ്പോൾ മറുപടി തരുന്നതാണ്. ഇനി ബ്രീത്തിങ്ങിലേക്ക് കിടക്കാം. ബാലക്രമ ബ്രീത്തിങ്. സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നു കൊണ്ട് ശ്വാസം വയറ്റിലേക്ക് എടുക്കുക. ബ്രീത്ത് ഇൻ ഹോൾഡ് ചെയ്യുക ഒന്ന്, അതിനുശേഷം ബ്രീത്ത് ഔട്ട് ചെയ്യുക. വായി ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, breath in, breath out, 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 breath in, breath out. റിലാക്സ് ആയിരിക്കുക. ഒരു നിമിഷം. വയറ്റിലേക്ക് ശ്വാസം എടുക്കുമ്പോൾ, അതായത് വയറ്റിലേക്കാണെന്ന് വിചാരിച്ചുകൊണ്ട് ശ്വാസം എടുക്കുമ്പോൾ വയറ് വികസിക്കും. വയറ് വികസിക്കുമ്പോൾ നമ്മുടെ ശ്വസനത്തെ സഹായിക്കുന്ന ഡയഫ്രം താഴോട്ട് ഇറങ്ങാനുള്ള സാഹചര്യം അപ്പോഴുണ്ടാകും. അങ്ങനെ താഴോട്ട് ഇറങ്ങുമ്പോൾ ലങ്സ് പൂർണ്ണമായും വികസിക്കാനുള്ളൊരു സ്പേസ് കിട്ടും. അപ്പോൾ അത്രയും പ്യുവറായ ഓക്സിജൻ നിങ്ങളുടെ ശരീരത്തിനുള്ളിലേക്ക് ചെല്ലുകയും ആ ശരീരത്തിൽ നിന്ന് എല്ലാ ഭാഗങ്ങളിലേക്കും സപ്ലൈ നടക്കുകയും ചെയ്യും. അതാണ് ഈ ബാലക്രമ ബ്രീത്തിങ്ങിൻ്റെ ഏറ്റവും നല്ല ഗുണം. ഇനി നമുക്ക് ഹൃദയചക്രത്തിലേക്ക് കൈകളെ ചേർത്ത് വെച്ച് ശ്രദ്ധ പൂർണ്ണമായും ഹൃദയചക്രത്തിനുള്ളിലേക്ക് കൊടുത്തുകൊണ്ട് ശ്വാസം ഹൃദയചക്രത്തിലേക്ക് വന്നു ചേരുന്നതായിട്ട് വിചാരിക്കാം. ഓരോ തവണ ശ്വാസം എടുക്കുമ്പോഴും സാധാരണമായ ശ്വാസം, സ്വാഭാവികമായി എടുക്കുന്ന ശ്വാസം. ശ്രദ്ധ പൂർണ്ണമായും ആ ശ്വാസം കൈകൾ വെച്ച ഭാഗത്ത് ഹൃദയചക്രത്തിനുള്ളിലേക്ക് വന്ന് നിറയുന്നതായിട്ട് കാണുക. ശ്വാസം ഹൃദയചക്രത്തിലേക്ക് വന്ന് നിറയുന്നു. ആ ഹൃദയചക്രത്തിൽ വന്ന് നിറയുമ്പോൾ
ആ ശ്വാസത്തോടുള്ള സ്നേഹം നിങ്ങളുടെ ഉള്ളിൽ നിറയുന്നതായിട്ട് വിചാരിക്കുക. കാരണം നിങ്ങളുടെ ജീവൻ നിലനിർത്തുന്ന ഏറ്റവും പ്രധാന ഘടകമാണ്. ആ ശ്വാസം നിങ്ങളിലേക്ക് വന്ന് നിങ്ങളെ നിലനിർത്തുകയാണ്. ശ്വാസത്തോടുള്ള നന്ദിയും സ്നേഹവും. ഓരോ തവണ ശ്വാസം ഹൃദയചക്രത്തിൽ വന്ന് നിറയുമ്പോഴും ആ ശ്വാസത്തോടുള്ള നന്ദിയും സ്നേഹവും നിറയും. ദൈവത്തോടുള്ള സ്നേഹം, ഇതിന് വഴിയൊരുക്കി തന്ന ദൈവത്തോടുള്ള സ്നേഹം നിങ്ങളുടെ ഉള്ളിൽ നിറയുന്നു ശ്വാസം വന്ന് നിറയുമ്പോൾ. നിങ്ങൾക്ക് നന്മ ചെയ്ത ഇന്നലെ അല്ലെങ്കിൽ അതിന് തൊട്ട് മുൻപുള്ള ദിവസം, ഇന്ന്, എപ്പോഴാണെങ്കിലും ആ നന്മ ചെയ്ത ആ വ്യക്തിയോടുള്ള നന്ദി നിങ്ങളുടെ ഉള്ളിൽ നിറയുന്നു. ചോദിക്കാതെ തന്നെ നന്മ ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആളോട്, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ടാണെങ്കിലും നിങ്ങളോട് നന്മ ചെയ്ത വ്യക്തിയോടുള്ള നന്ദി. ഇനി നിങ്ങളോടുള്ള സ്നേഹം. നിങ്ങളെ നിലനിർത്താൻ നിങ്ങളുടെ ശരീരം ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ആ ശരീരത്തോടുള്ള നന്ദിയും സ്നേഹവും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് അറിയുന്നു. ദൈവത്തോടുള്ള സ്നേഹം, നിങ്ങൾക്ക് നന്മ ചെയ്തവരോടുള്ള സ്നേഹം, ശ്വാസത്തോടുള്ള സ്നേഹം, അതുപോലെ നിങ്ങളോടുള്ള സ്നേഹം, ഇതെല്ലാം ചേർന്ന് നല്ലൊരു അനുഗ്രഹമായി നിങ്ങളുടെ ഉള്ളിൽ ഫീൽ ചെയ്യുന്നു. നന്ദി പറയാ ദൈവത്തിന്, പ്രപഞ്ചത്തിന് നന്ദി പറഞ്ഞ് വളരെ സ്നേഹത്തോടെ ദൈവത്തിന് നന്ദി പറഞ്ഞ് കൈകൾ താഴെ വയ്ക്കുക. റിലാക്സ് ആയിരിക്കുക. ഇതിന് നിങ്ങൾക്ക് ഇതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളും വ്യക്തമായി വിവരിച്ചുകൊണ്ട് അർബുദം മാറ്റാൻ സഹായിച്ച രീതികൾ ഞാനൊരു ബുക്കായിട്ട് എഴുതുന്നുണ്ട്. അതിൽ വ്യക്തമായിട്ട് എഴുതുന്നുണ്ട് ഇതിൻ്റെ സയൻസ്, ഇതിന് പിന്നിലുള്ളത്, പിന്നെ പൗരാണികമായ ഇതിൻ്റെ ഗുണങ്ങൾ, ഋഷീശ്വരന്മാർ നൽകിയ ഗുണങ്ങൾ, ഇതൊക്കെ എഴുതിയിട്ടുള്ളൊരു ബുക്ക്. ഇതിൻ്റെ രീതികളും ഓരോ രീതിയും അർബുദത്തെ ഭേദമാക്കാൻ അവരുടെ ശരീരത്തെ സഹായിച്ച, അവരുടെ ശരീരത്തിന് പ്രാപ്തി നൽകിയ രീതികൾ, ഒരു ബുക്ക്. അപ്പോൾ ഇതിൻ്റെ രീതികൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഇതിൻ്റെ സയൻസ്. പിന്നെ നമ്മുടെ ഒരു പ്രത്യേക രീതി മെഡിറ്റേഷൻ ആരംഭിക്കുന്നുണ്ട്. സീറോവിലേക്ക് കൊണ്ടുവരിക, പൂജ്യത്തിൻ്റെ ശക്തിയെ അറിയിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേക മെഡിറ്റേഷൻ. നിങ്ങളുടെ സാമ്പത്തിക അഭിവൃദ്ധിയെ നല്ല രീതിയിൽ ഉയർത്തണമെങ്കിൽ ആ പൂജ്യത്തിൻ്റെ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നറിയണം. നിങ്ങൾ പൂജ്യത്തിലേക്ക് വരണം. അപ്പം അത് മെത്തേഡ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് 90 ദിവസത്തെ ഒരു കോഴ്സാണ്. ഫീസ് ഇല്ലാത്തത്. ടാസ്കുകളുണ്ട്, ആ ടാസ്ക് തന്നെയാണ് ഫീസ്. അപ്പം അതിൽ പങ്കെടുക്കാൻ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. ഫീസ് ഇല്ല. അപ്പൊ ജീവിതത്തെ മൊത്തത്തിൽ മാറ്റാൻ സഹായിക്കുന്ന ഒരു രീതി. ഇനി നമുക്ക് ഗുരുവന്ദനം ചെയ്തുകൊണ്ട് നിർത്താം. നിങ്ങളാകുന്ന ഗുരുവിനെ ഒരു പ്രകാശമായി കണ്ടുകൊണ്ട് സ്നേഹത്തോടെ നന്ദി പറയാ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ. ഇഷ്ടദേവതയെ വന്നിച്ച് റിലാക്സ് ആയിരിക്കുക, മുടങ്ങാതെ ചെയ്യുക. ഓരോ ദിവസം ഓരോ ടിപ്സ് ആ വീഡിയോയുടെ കൂടെ ഉണ്ടാവും, പരിശീലന വീഡിയോയുടെ കൂടെ. അതുകൊണ്ട് മുടങ്ങാതെ വീഡിയോസ് കാണണം. ഇത് ഫീസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. അപ്പോൾ 1-2 പേര് 100 രൂപ തന്നു, ചിലർ 200, ചിലർ 500, എന്താണെങ്കിലും കുഴപ്പമില്ല. പൈസ ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. അപ്പം അതൊരു സന്തോഷമാണ്. അപ്പം ഒരു കടമ പൂർത്തിയാക്കിയാണ്, ഒരു കർമ്മ നിങ്ങളിൽ ഉണ്ടാകില്ല. അപ്പോൾ എല്ലാവർക്കും
ഹൃദയം നിറഞ്ഞ നന്ദി. അടുത്ത വീഡിയോ നാളെ.